നല്ല മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 4 പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മുറിച്ചിടുന്നുണ്ട് ഒരു ബൗളിലേക്ക്. പിന്നെ അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു നനവ് നന്നായിട്ടൊന്ന് എല്ലാ ബ്രെഡിലേക്കും ആക്കിയതിന് ശേഷം നമ്മളിതാ കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു വെള്ളമൊക്കെ ഒന്നിങ്ങനെ കളഞ്ഞിട്ട് കുറച്ചൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒനിയൻ, അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിവിടെ 3 ചെടീൻ്റെ അകത്ത് കുറച്ച് കുഞ്ഞുള്ളി കൊണ്ട് കുഴിച്ചിട്ടതായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ മോൻ പറഞ്ഞു അതും കൂടെ ചേർക്കാൻ. പിന്നെ കുട്ടികൾക്കൊരു സന്തോഷമാവുമല്ലോ അതങ്ങ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കൂടെ തന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഉപ്പ്, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും വെജിറ്റബിൾ ഇല്ലയെന്നുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. നമുക്ക് ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് സവാള മാത്രമാണെങ്കിൽ സവാളയും തക്കാളിയും മാത്രമായിട്ടും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ ഞാനിവിടെ 3 മുട്ട എഗ് യോക്കും എഗ് വൈറ്റും ആയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ഒരു വെജിറ്റബിൾസൊക്കെ ഉള്ളതിലേക്ക് നമ്മൾ ആ ഒരു എഗ് വൈറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറാണ് ആക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മളിതാ 2 തവി ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നടുക്ക് ഭാഗം ഒന്നിങ്ങനെ ഒരു കുഴി പോലെ ആക്കി എടുക്കുന്നുണ്ട്. ഫ്ലെയിം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ് യോക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 3 മുട്ടയെ ബാക്കിയുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ 3 മുട്ട പൊട്ടിച്ചപ്പോഴും ഇതുപോലെ ആ ഒരു എഗ് യോക്ക് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി പൊട്ടിയതാണ്. അപ്പോൾ ഇതിലേക്ക് കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ ആ ഒരു കുഴിയിലൊന്നും നിൽക്കാതെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ചാടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ മേലെ തന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഭംഗിക്ക് വേണ്ടി ആ ഒരു സൈഡ്സിലോട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങിയതൊക്കെ ഞാൻ ജസ്റ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ കുക്കായതിന് ശേഷം ഇത് നേരെ ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സൈഡും ചെറുതായിട്ടൊന്നിങ്ങനെ നമുക്കറിയാമല്ലോ അത് കുക്കായി എന്നുള്ളതാവുന്ന സമയത്ത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇങ്ങനെ നടുക്ക് എഗ് യോക്കൊക്കെ വന്ന് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഞാൻ ട്രൈ ചെയ്യാൻ വിചാരിക്കുകയും ചെയ്തു. പക്ഷേ 3 മുട്ട ഇതുപോലെ എഗ് യോക്ക് ഇളകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ആ 3 വെച്ച് കുറച്ചുകൂടെ ഭംഗിയുള്ളതിനെ നോക്കി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം കുറച്ചധികം തന്നെ എഗ് യോക്ക് ഇങ്ങനെ സ്പ്രെഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ ഒന്നിങ്ങനെ കഴിക്കാണ്ട് നല്ല സോഫ്റ്റായി തന്നെ കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ബ്രെഡൊക്കെ ഇങ്ങനെ കുതിർന്നത് കൊണ്ട് തന്നെ ആ ഒരു വെജിറ്റബിളൊക്കെ ആയിട്ട് മിക്സായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സംഭവം ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ബ്രെഡ് ഓംലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ 2 പീസ് ബ്രെഡ് എടുത്തിട്ട് വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ 1 മുട്ടയാണ് ചേർത്തത്. എഗ് യോക്കും എഗ് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ 3 ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഈസിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സെപ്പറേറ്റ് ചെയ്യുമ്പം ആ എഗ് യോക്ക് മാത്രമായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇങ്ങനെയാകുമ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.